ICU പീഡനക്കേസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തയ്യാറാക്കിയ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ വീഴ്ചയെന്ന് കണ്ടെത്തൽ. അതിജീവിത പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഡോക്ടർ പ്രീതി അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ല. അതിജീവിതയെ പരിശോധിക്കുമ്പോൾ ഡോക്ടർ പ്രീതിക്കൊപ്പം ജൂനിയർ ഡോക്ടർ ഉണ്ടായിരുന്നുവെന്ന വാദവും പ്രത്യേക അന്വേഷണ സംഘം തള്ളി. പ്രീതിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിയെ സമീപിക്കുമെന്ന് അതിജീവിത റിപ്പോർട്ടറിനോട്. ആഭ്യന്തര അന്വേഷണം നടത്തിയ ഡോക്ടർ പ്രീതിക്കെതിരെ അതിജീവിതം നൽകിയ പരാതിയിൽ നേരത്തെ മെഡിക്കൽ കോളേജ് ACP നടത്തിയ അന്വേഷണത്തിൽ അട്ടിമറികൾ കണ്ടെത്തിയിരുന്നില്ല. ഡോക്ടർ പ്രീതി റിപ്പോർട്ടിൽ പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു അതിജീവിതയുടെ പരാതി. മെഡിക്കൽ കോളേജ് ACP ഡോക്ടർ പ്രീതിയെ കുറ്റവിമുക്തയാക്കിയെങ്കിലും പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത ഉത്തരമേഖല IGയെ സമീപിക്കുകയായിരുന്നു. IGയുടെ നിർദ്ദേശപ്രകാരം നാർക്കോട്ടിക് സെൽ ACP നടത്തിയ അന്വേഷണത്തിൽ അതിജീവിതയുടെ ആരോപണം ശരിവെക്കുന്നു. സുദർശൻ സാർ കണ്ടെത്താത്ത പല കാര്യങ്ങളും സാർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ട് എനിക്ക് അനുകൂലമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ്. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു ഡോക്ടറും ഇതുപോലെ ചെയ്യാൻ പാടില്ലല്ലോ. അവരുടെ ഡ്യൂട്ടി സത്യസന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് എന്തായാലും ഒരു പരാതി കൊടുക്കുന്നുണ്ട് CMന്. ഡോക്ടർ പ്രീതിയെ കുറ്റവിമുക്തിയാക്കിയ ആദ്യ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന സാക്ഷിയായ ജൂനിയർ ഡോക്ടറെ പുനരന്വേഷണ റിപ്പോർട്ടിൽ മുഖവിലക്കെടുത്തിട്ടില്ല. ജൂനിയർ ഡോക്ടർ കൂടെ ഇല്ലെന്നാണ് മറ്റു 3 സാക്ഷികളുടെയും മൊഴി. ഡോക്ടർ കൂടെ അവരെ സഹായിക്കാൻ ജൂനിയർ ഡോക്ടർ വന്നു എന്ന് പറയുന്നത് കളവാണ് എന്നുള്ളത് 3 പേര് സാക്ഷിമൊഴികൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അന്വേഷണത്തിന് സഹായിച്ച SIയുടെ മൊഴിയും അതിലുണ്ട്. പിന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു രേഖകളിലും ഫാത്തിമ ബാനു എന്ന് പറയുന്ന ഡോക്ടർ പ്രീതി ഡോക്ടറുടെ കൂടെ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു രേഖകളും എവിടെയും കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. ഡോക്ടർ പ്രീതി നടത്തിയ ആഭ്യന്തര അന്വേഷണം കേസന്വേഷണത്തെ ബാധിക്കില്ലെന്നും ഡോക്ടർ പ്രീതി സ്രവ പരിശോധന നടത്താത്തതിൽ തെറ്റില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. തെളിവ് നശിപ്പിക്കാൻ ഡോക്ടർ പ്രീതി ശ്രമിച്ചുവെന്നാരോപിച്ചാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുക. റിപ്പോർട്ടർ, കോഴിക്കോട്.